നമസ്കാരം. ടി വി ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹൃദയം അമ്മയുടെ ഗർഭപാത്രത്തിൽ 3-ാമത്തെ മാസം ഏതോ ഒരു നിമിഷം ഇടിക്കാൻ തുടങ്ങിയ ഒരവയവമാണ് ഹൃദയം. അതടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ 2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നില്ല. അപ്പം അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ഓർക്കണം, ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എത്ര വലുതാണ് എന്ന്. അപ്പം നമ്മളുടെ ഈ ഹൃദയത്തുടിപ്പുകൾ നമ്മുടെ മരണം വരെ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ ഹൃദയത്തിന് നാം എന്താണ് നമ്മുടെ മനസ്സുകൊണ്ട്, ചിന്തകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മളുടെ എക്സർസൈസുകൾ കൊണ്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക. ഹൃദയത്തിൽ കൊഴുപ്പടിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ക്ഷയിപ്പിക്കാം. ഹൃദയം ഒന്ന് താളം തെറ്റിയാൽ, അല്ലെങ്കിൽ ഓട്ടത്തിന് അല്ലെങ്കിൽ രക്തധമനികളിലൂടെയുള്ള ഒഴുക്കിനെ ക്രമാതീതമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താലും പ്രശ്നങ്ങളാണ്. കൊഴുപ്പടിഞ്ഞാലോ ആൻജിയോപ്ലാസ്റ്റി മുതൽ ബൈപ്പാസ് ശസ്ത്രക്രിയ വരെ കൊണ്ടുപോകേണ്ട ആവശ്യം വരും. ചില ഘട്ടങ്ങളിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കേണ്ടി വരും. അപ്പോൾ ഓർക്കുക, നാം ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഹൃദയത്തിൽ കൊഴുപ്പടിഞ്ഞാൽ അതൊരു അറ്റാക്കിലേക്ക് വരെ നയിച്ചേക്കാം. കൊഴുപ്പടിയാതിരിക്കാനോ മാംസ്യാഹാരങ്ങളുടെ അമിത ഉപയോഗങ്ങൾ കുറയ്ക്കുക, ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് എക്സർസൈസുകൾ ക്രമപ്പെടുത്തുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, പഴയ എണ്ണകളിൽ വറുത്ത് കോരി പൊരിച്ച് കഴിക്കുന്നതിനെ ഒഴിവാക്കുക. ഇപ്പോൾ ഓരോ കല്യാണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഇന്ന് വറുത്ത് കോരിയ എണ്ണ അത് ഊറ്റിവെക്കും. നാളെ അതിൽ തന്നെ വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് വറുത്ത് കോരും. മറ്റന്നാൾ അതിൽ തന്നെ വരും. അങ്ങനെ ദൈനംദിനമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ എണ്ണ അതിൽ പൊരിച്ചെടുക്കുന്നത് ഹൃദയധമനികളെ തകരാറുകളിലേക്ക് എത്തിക്കും. നമ്മുടെ പറമ്പിൽ നിന്നെടുക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ വേവിച്ച് നാം കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടായിരുന്നു. ഇന്ന് ഫാസ്റ്റ് ഫുഡുകളുടെ ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ശരീരത്തിന് യാതൊരു ഇളക്കവുമില്ലാതെ നിർജീവമായി തീരുന്ന അവസ്ഥ ഹൃദയധമനികൾക്ക് ആഘാതമേൽപ്പിക്കും എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ അടുത്ത ഒരു 15 വയസ്സുള്ള ഒരു ആൺകുട്ടി, ഞാൻ ദീർഘമായി പറയുന്നില്ല, ചുരുക്കി പറയാൻ പോവുകയാണ്. 15 വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു ദിവസം നിർത്താത്ത ഛർദി, പല ആശുപത്രികളിൽ കൊണ്ടുപോയി. അവസാനം കോഴിക്കോട് മിംസിലെത്തിച്ചു. മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് രോഗം കണ്ടെത്തി. അവൻ്റെ ഹൃദയത്തിന് തകരാറുണ്ട് എന്ന്. വിശദമായ പഠനങ്ങളോ വിശദമായ പരിശോധനകളോ ഇല്ലാതെ ഹൃദയ ധമനികളിൽ കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തിയതിന് മരുന്ന് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സമാധാനമായി, വീണ്ടും ഛർദി തുടങ്ങി. അങ്ങനെ ഞാൻ മുൻകൈയെടുത്ത് വെല്ലൂർ CSI മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എല്ലാ പരിശോധനകളും വിദഗ്ധമായി നടത്തി കഴിഞ്ഞതിന് ശേഷം കണ്ടെത്തി ഇതൊരു വൈറസ് ആയിരുന്നു. ആ വൈറസിനെ കൊല്ലാൻ 12,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ മതിയായിരുന്നു. പക്ഷേ ഹൃദയത്തിനുള്ള തകരാറുകൾക്കുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇനി അത് പ്രായോഗികമല്ല. അങ്ങനെ ഇത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഇതിന് ഫലമുള്ളൂ എന്ന് കണ്ടെത്തി. അങ്ങനെ അവിടുന്ന് തിരിച്ചയച്ചു. അവസാനം എറണാകുളം ലിസി ആശുപത്രിയിൽ കേരളത്തിലെ പ്രഗത്ഭനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ അടുത്ത് എത്തിക്കുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നെറ്റിൽ ഡോക്ടർ അന്ന് തന്നെ ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അയച്ചു. എന്തായാലും 10-65 ലക്ഷം രൂപ വേണ്ടി വരും. അതിനെയൊക്കെ സമാഹരിച്ച് ഓപ്പറേഷൻ്റെ ദിവസങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ 4 ദിവസം മുൻപ് ഡോക്ടർ ഈ രോഗിയുടെ ഭാഗത്തു നിന്ന് ഒരാളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അവർ എന്നെ നിർദ്ദേശിച്ചു. എൻ്റെ അയൽവാസി ആയതുകൊണ്ട് എന്നെ നിർദ്ദേശിച്ചു. ഞാൻ പരിചയമുള്ള ആളായതുകൊണ്ട് എന്നെ നിർദ്ദേശിച്ചു. അങ്ങനെ ഞാൻ ഓർത്തു എനിക്കും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനാകുമല്ലോ എന്നോർത്ത് കേരളത്തിലെ ആ വലിയ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ പോയി. ലളിതമായി വളരെ വിനീതനായി അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിച്ചു.
ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഇന്ന് വിജയിച്ചവരുടെ കാര്യങ്ങൾ, വിജയിക്കാത്തവരുടെ കാര്യങ്ങൾ ഒക്കെ പുള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം കേട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ, ഈ കുഞ്ഞുങ്ങളിൽ ഇത് ഹൃദയ പ്രശ്നമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? അവരുടെ ഭക്ഷണ രീതിയാണോ? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പാരമ്പര്യമായിട്ടും അല്ലെങ്കിൽ ജന്മന ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഇത് ഒരു ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായുണ്ടായ ബുദ്ധിമുട്ടുകളാണ് എന്ന് ഡോക്ടർ എന്നോട് വിശദമായി സംസാരിച്ചു. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ, അതെന്തായിരിക്കാം ഈ ബാക്ടീരിയ, എങ്ങനെ വരാം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമിതമായ വയറിളക്കം വന്നാൽ നമ്മളൊന്ന് ECG എടുത്ത് നോക്കണം. അമിതമായ ഛർദിയോ വയറിളക്കോ ഒന്നിച്ച് വന്നാലും നമ്മൾ ECG എടുത്ത് നോക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാധാരണഗതിയിൽ അമിതമായ വയറിളക്കം കൊണ്ട് ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ ഡോക്ടർ ECG എടുക്കാൻ പറഞ്ഞാൽ അതവർക്ക് ഇഷ്ടാവില്ല, രോഗികളുടെ ആളുകൾക്ക്. കാരണം വന്നത് ഛർദിക്ക്, ഡോക്ടർ പറയുക ECG എടുക്കാൻ. അപ്പോൾ അത് കാരണം പല ഡോക്ടർമാരും അതിൽ മടിക്കും. പക്ഷേ കാരണം പലതുമുണ്ട്. ഒന്ന്, അമിതമായി പഴകിയ എണ്ണയിൽ വറുത്ത് കോരുന്ന ഭക്ഷണ സാധനങ്ങൾ, വളരെ പ്രധാനമായിട്ട് ഈ റോഡ് വക്കുകളിലൊക്കെ വീർപ്പിച്ച് തൂക്കിയിട്ടിട്ടുള്ള ബിങ്കോകളുടെ അമിതമായ ഉപയോഗം. ഡോക്ടർ ബിങ്കോ എന്ന് പറഞ്ഞ് എങ്കിലും പിന്നെ വീണ്ടും പറഞ്ഞു, പഴയ എണ്ണകളിൽ വറുത്ത് കോരി എടുത്തു വെക്കുന്ന അലൂമിനിയം ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് നൈട്രജൻ നിറച്ച് വെച്ചിട്ടുള്ള പാക്കറ്റുകൾ കുട്ടികളിൽ, എല്ലാവരിലുമല്ല പലരിലും, അമിതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതൊരു ബാക്ടീരിയയെ പ്രദാനം ചെയ്യാം. ആ ബാക്ടീരിയ ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിച്ചേക്കാം. എന്തായാലും ഡോക്ടർ ഇതെല്ലാം പറഞ്ഞു, തിരിച്ചു വന്നു. ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ദൈവമേ, ആ കുട്ടി ഒരു 4-5 പാക്കറ്റ് ബിങ്കോ തിന്നും. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ബിങ്കോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതും ഞാൻ കേട്ടതും ആ അമ്മ പറഞ്ഞതും എൻ്റെ മനസ്സിൽ ഒരു തീക്കനലായി മാറി. പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ഇത് പറയും. അപ്പോൾ ഒരു കമ്പനിക്കാർക്കും ഞാൻ എതിരല്ല, ഒരു കമ്പനിയെയും കുറ്റപ്പെടുത്താനുമല്ല. അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതിവിടെ സൂചിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ ബിങ്കോ അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള പാക്കറ്റുകൾ, പഴകിയ പാക്കറ്റുകളിലിരുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നാം ഒന്ന് പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ആ സമയമെടുത്തു. ഹൃദയം മാറ്റിവെക്കാനുള്ള മെഷീനൊക്കെ ഘടിപ്പിച്ചു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ആ ഹൃദയമെടുത്ത് കൈവെള്ളയിൽ വെച്ചപ്പോൾ ആ കൈവെള്ളയിലിരുന്ന് വലിയ അറ്റാക്ക് നേരിട്ടു. അദ്ദേഹത്തിൻ്റെ വലത് കൈ കൊണ്ട് കൊട്ടി അതിനെ ചലിപ്പിച്ചു, തിരിച്ച് ഇടത്തിടത്തേക്ക് തിരിച്ചു വെച്ചു. വെന്റിലേറ്ററിലായി 3-4 ദിവസത്തെ കൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്തു. 15 വയസ്സായ ഒരു കുട്ടിയുടെ കഥയാണ്, അനുഭവമാണ്, അല്ലാണ്ട് സംഭവമാണ്, കഥയല്ല, അനുഭവമാണ്, സംഭവമാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഓർക്കണം, പ്രിയ മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്നവർ എല്ലാവരും, നമ്മുടെ ആഹാരങ്ങളിലെ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ആരോഗ്യത്തിന്. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സംരക്ഷിക്കാം. കാന്താരിമുളക് ഉള്ളിയും ചേർത്ത് ചമ്മന്തിയാക്കി ദിവസവും ഒരു നേരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് കാന്താരി കടയിൽ നിന്ന് വാങ്ങാതെ 2 കാന്താരി ചീനി നമ്മുടെ മുറ്റത്ത് വച്ച് പിടിപ്പിക്കുക. ആ കാന്താരി ഉള്ളിയൊക്കെ ചേർത്ത് നല്ല ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊരു ചമ്മന്തിയാക്കി ഒരു കറി നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് ഈ ഹൃദയത്തിന് ഒരു വലിയ പ്രൊട്ടക്ഷനാണ് എന്ന് നാം മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് ദോഷം വരാത്ത, നമ്മുടെ ഹൃദയത്തിന് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരാതെ, രോഗം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.